സകലർക്കും അവതാരത്തെ തിരിച്ചറിയാനൊക്കുമോ? ശ്രീരാമകൃഷ്ണദേവൻ, ഗിരീശൻ മാസ്റ്റർ മുതലായ ഭക്തന്മാരോട്. ഇവരൊക്കെ എന്തുപോലെയെന്നറിയാമോ? ഒരിക്കലും ലോകം കണ്ടിട്ടില്ലാത്ത കൂപമണ്ഡൂകത്തെപ്പോലെയാണവർ. അതിന് തൻ്റെ കിണറ് മാത്രം അറിയാം. ലോകമെന്നൊന്ന് ഉണ്ടെന്നത് വിശ്വസിക്കുകയില്ല. ഭഗവാന്റെ ആനന്ദം എന്തെന്നറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംസാരമെന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്നു. ഗിരീശനോട്, നീ അവരുമായിട്ട് വക്കാണത്തിന് പോകുന്നത് എന്തിനാണ്? അവർ രണ്ടും വെച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവത് ആനന്ദത്തിൻ്റെ രുചി ലഭിക്കാതെ ആ ആനന്ദത്തിൻ്റെ കാര്യം മനസ്സിലാവുകയില്ല. 5 വയസ്സായ കുട്ടിക്ക് രതിസുഖമെന്തെന്ന് പറഞ്ഞു കൊടുക്കാനൊക്കുമോ? വിഷയികൾ ഈശ്വരനെപ്പറ്റി പറയുന്നത് കേട്ടുകേൾവിയിൽ നിന്നാണ്. വയസ്സ് ചെന്ന അമ്മായിമാർ കലശൽ കൂട്ടുമ്പോൾ പറയുന്നത് കേട്ട് പഠിച്ചിട്ട് കുട്ടികൾ പറയും, എൻ്റെ ഈശ്വരനുണ്ട്, ഞാൻ ഈശ്വരനെ കൊണ്ട് ആണയിടുന്നു എന്നൊക്കെ. അതിരിക്കട്ടെ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സകലർക്കും ആ അഖണ്ഡ സച്ചിദാനന്ദത്തെ ഗ്രഹിക്കാൻ കഴിയുമോ? 12 ഋഷിമാർ മാത്രമേ ശ്രീരാമനെ തിരിച്ചറിഞ്ഞുള്ളൂ. എല്ലാവർക്കും അറിയാനാവുകയില്ല. ചിലർ സാധാരണ മനുഷ്യനെന്ന് കരുതും. മഹാപുരുഷനെന്ന് നനയ്ക്കും ചിലർ. 2 or 4 പേർക്ക് അവതാരമെന്ന് അറിയാൻ കഴിയും. അവനവൻ്റെ സമ്പാദ്യമനുസരിച്ചാണ് ആളുകൾ സാധനങ്ങൾക്ക് വിലമതിക്കുന്നത്. ഒരു പ്രഭു തൻ്റെ വേലക്കാരനോട് പറഞ്ഞു, നീ ഈ വജ്രമെടുത്ത് അങ്ങാടിയിൽ കൊണ്ടുപോകും. ഓരോരുത്തർ അതിനെന്തു വിലയാണ് കാണുന്നത് എന്ന് എന്നോട് വന്ന് പറയണം. ആദ്യം തന്നെ വഴുതനങ്ങ വിൽപ്പനക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുക. ഭൃത്യൻ വേഗം വഴുതനങ്ങ വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോയി. അയാൾ അത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, അനിയ, ഞാനിതിന് 18 റാത്തൽ വഴുതനങ്ങ തരാം. ഭൃത്യൻ ചോദിച്ചു, അണ്ണാ, അല്പം കൂടി കൂട്ടൂ, 20 റാത്തലെങ്കിലും തരൂ. കടക്കാരൻ പറഞ്ഞു, ഞാൻ അങ്ങാടി നിരക്കിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് നിനക്ക് സമ്മതമെങ്കിൽ തന്നിട്ട് പോ. ഭൃത്യനപ്പോൾ ചിരിച്ചുകൊണ്ട് വജ്രം തിരിച്ചു മേടിച്ച് പ്രഭുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യജമാനനെ, വഴുതനങ്ങ വിൽപ്പനക്കാരൻ 18 റാത്തൽ വഴുതനങ്ങയിൽ കൂടുതൽ ഒരെണ്ണം തരില്ല. താൻ അങ്ങാടി വിലയിൽ കൂടുതലാണ് പറഞ്ഞത് എന്ന് അയാൾ പറഞ്ഞു. പ്രഭു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആട്ടെ, ഇനി തുണിക്കടക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ല്. മറ്റേയാൾ വഴുതനങ്ങയും വെച്ചുകൊണ്ടിരിക്കുന്നു. അവനെന്തറിയാം, തുണിക്കച്ചവടക്കാരന് മുതൽ കൂടുതലുണ്ട്. അയാൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഭൃത്യൻ തുണിക്കടക്കാരൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, എന്താ, ഇത് വാങ്ങുന്നോ? എന്തു വില തരും? തുണി വിൽപ്പനക്കാരൻ പറഞ്ഞു, ശരി, സാധനമൊക്കെ കൊള്ളാം, നല്ല ഒരു ആഭരണം തീർക്കാം. അനിയ, ഇതിന് ഞാൻ 900 രൂപ തരാം. അണ്ണാ, അല്പം കൂടി വില കയറ്റൂ. എന്നാൽ ഞാൻ തന്നിട്ട് പോകാം. 1000 രൂപയെങ്കിലും തരൂ എന്ന് ഭൃത്യൻ. തുണിക്കാരനപ്പോൾ പറഞ്ഞു, അനിയ, ഇനി നീ ഒന്നും മിണ്ടണ്ട. ഞാൻ അങ്ങാടി നിരക്കിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു. 900 രൂപയിൽ കവിഞ്ഞ് 1 രൂപ കൂടി തരാൻ എനിക്കാവില്ല. നിന്റെ സൗകര്യം പോലെ ചെയ്യും. ഭൃത്യൻ വജ്രവും തിരിച്ചു മേടിച്ച് ചിരിച്ചുകൊണ്ട് പ്രഭുവിൻ്റെ അടുക്കലെത്തി. എന്നിട്ട് പറഞ്ഞു, തുണി വിൽപ്പനക്കാരൻ പറയുന്നു അയാൾക്ക് 900 രൂപയിൽ കവിഞ്ഞ് 1 രൂപ കൂടി തരാനാവില്ല എന്ന്. അയാളും പറഞ്ഞു താൻ അങ്ങാടി നിരക്കിൽ കൂടുതലാണ് പറഞ്ഞത് എന്ന്. യജമാനൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി രത്നവ്യാപാരിയുടെ അടുത്ത് പോ. അയാൾ എന്താണ് പറയുന്നതെന്ന് കാണാമല്ലോ. ഭൃത്യൻ രത്നവ്യാപാരിയുടെ അടുത്തെത്തി. അയാൾ അത് കണ്ടപാടെ, ഞാൻ ഇതിന് 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞു. ഈശ്വരകൂടിയും ജീവകൂടിയും. ശ്രീരാമകൃഷ്ണദേവൻ. ഇക്കൂട്ടർ സംസാരത്തിൽ ആധ്യാത്മിക ജീവിതവും ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നു. ഒരാളെ ഒരു മുറിയിലിട്ട് അടച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. വാതിലും ജനലുമെല്ലാം അടച്ചിരിക്കുന്നു. മേൽക്കൂരയിലെ ഒരു ദ്വാരത്തിൽ കൂടി അല്പം മാത്രം വെളിച്ചം ഉള്ളിൽ കടക്കുന്നു. തലയ്ക്ക് മുകളിൽ കൂരയുണ്ടെങ്കിൽ അയാൾക്ക് സൂര്യനെ കാണാൻ കഴിയുമോ? അല്പം വെളിച്ചം കിട്ടിയതുകൊണ്ട് എന്ത് കാര്യം? കാമിനീ കാഞ്ചനമാണ് മേൽക്കൂര. കൂര പൊളിച്ചു കളയാതെ സൂര്യനെ കാണാനൊക്കുമോ? ലൗകിക ജനങ്ങൾ വീട്ടിനുള്ളിൽ തടവുകാരായി കിടക്കും പോലെയാണ്. അവതാര പുരുഷന്മാരും മറ്റും ഈശ്വര കോടികളാണ്. അവർ തുറസായ സ്ഥലത്ത് ഉലാത്തുന്നു. അവരൊരിക്കലും സംസാരത്തിൽ ബദ്ധരാകുന്നില്ല, തടവുകാരാവുന്നില്ല. അവരുടെ അഹം ലൗകികരുടെ അഹം പോലെ പെരുത്തതല്ല. ലൗകികന്മാരുടെ അഹം 4 ചുറ്റുമുള്ള ചുമരും തലയ്ക്കുമീതെയുള്ള കൂരയും പോലെയാണ്. പുറമേയുള്ള ഒരു വസ്തുവും കാണാൻ സാധിക്കില്ല. അവതാരാദികളുടെ അഹങ്കാരം വളരെ ലോലമാണ്. ആ അഹത്തിനുള്ളിൽ കൂടി അവർക്ക് എപ്പോഴും ഈശ്വരനെ കാണാൻ കഴിയും. ഒരു മതിലിനു സമീപം ഒരാൾ നിൽക്കുന്നുവെന്ന് വിചാരിക്കുക. മതിലിൻ്റെ 2 ഭാഗത്തും നോക്കിയാൽ നോട്ടമെത്താത്ത മൈതാനം. ആ മതിലിൽ ഒരു ദ്വാരമുണ്ടെങ്കിൽ മതിലിൻ്റെ മറുവശത്ത് ഉള്ളതൊക്കെ കാണാം. ദ്വാരം വലുതാണെങ്കിലോ
അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം. അവതാര പുരുഷന്മാരുടെയും മറ്റും അഹം ഈ ദ്വാരമുള്ള മതിൽ പോലെയാണ്. മതിലിൻ്റെ ഈ വശത്തു നിന്നാലും അനന്തമായ മൈതാനം കാണാം. എന്ന് വെച്ചാൽ ദേഹധാരണം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെപ്പോഴും ഈശ്വരനുമായി യോജിച്ച് തന്നെയാണ് വാഴുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വലിയ ദ്വാരത്തിൽ കൂടി മറുവശത്തെത്തി സമാധിയിലും വർത്തിക്കാം. മാത്രമല്ല, ദ്വാരം വലുതെങ്കിൽ അവർക്ക് പോവുകയും വരികയും ചെയ്യാം. സമാധി മഗ്നരായാലും അവർക്ക് താഴോട്ടിറങ്ങി വരാൻ കഴിയും. ഭക്തന്മാർ വിസ്മയസ്തബ്ധരായി അവതാര തത്വം കേട്ടു.